ഹലോ ഗൈസ്, വെൽക്കം ടു ഇന്ത്യസ് ഫസ്റ്റ് ആനിമേറ്റഡ് ലൈവ് ട്യൂഷൻ. എന്തൊക്കെയാ മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖാണോ? യെസ് മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഈക്വൽ ട്രയാങ്കിളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഐസോസിയസ് ട്രയാങ്കിൾ. എന്താണ് ഐസോസിയസ് ട്രയാങ്കിൾ അല്ലെ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ, യെസ്, ഐസോസിയസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഐസോസിയസ് ട്രയാങ്കിൾ. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോസിയസ് ട്രയാങ്കിൾ. ഇവിടെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് വിചാരിക്കും. സോ നമുക്ക് എന്ത് പറയാം? യെസ്, എ സി എന്ന് പറയുന്നത് ഏതിന് ഈക്വലാ? ബി സിക്ക് ഈക്വൽ ആണ്. ഓക്കെ, എ സി എന്ന് പറയുന്നത് ഏതിന് ഈക്വലാ? ബി സിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് ഈ രണ്ട് സൈഡിന്റെയും ഓപ്പോസിറ്റ് ആംഗിൾസ്. ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ എ. ഈ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ ബി. ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഒരു ഐസോസിയസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ആ രണ്ട് സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ബിന് ഈക്വൽ ആണ്. ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ബിന് ഈക്വൽ ആണ്. ഇതുവരെ ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ആംഗിൾ സിയിൽ നിന്നും ഞാൻ എ ബിയിലേക്ക് ഞാൻ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ആംഗിൾ സിയിൽ നിന്നും ഞാൻ എ ബി എന്ന് പറയുന്ന ലൈൻ, ഒരു എ ബിയിലേക്ക് ഞാൻ ഒരു ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന് ഞാൻ എം എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇത് എ ബിയുടെ മിഡ് പോയിന്റ് ആണെന്ന് വിചാരിക്കും. മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, എ ബി എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് എം എങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? യെസ്, ഇതൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഈ സി എം എന്ന് പറയുന്ന ലൈൻ എ ബിക്ക് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ മക്കളെ, എന്താണ് ബൈസെക്ടർ? മക്കളെ, ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? രണ്ട് തുല്യ ഭാഗങ്ങളാക്കി കട്ട് ചെയ്യുന്നതിനാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇതൊരു എ ബി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ, ഓക്കെ, എ ബി എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ എ എം എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആണോ? ഇത് സെറ്റ് ആണോ? യെസ്. ഇനി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. എം എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ ആംഗിൾ സീനെയും എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. അതായത് ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഓക്കെ, സെറ്റ് ആണോ? അതായത് സി എമ്മിലേക്ക്, അതായത് സിയിൽ നിന്നും ഞാൻ എ ബിയിലേക്ക് ഒരു ലൈൻ വരച്ചു. ആ ലൈൻ സി എം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സി എം ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ട് ടു എ ബി എന്ന് പറയാം. ഇത് സെറ്റ് ആണോ? ഇത് സെറ്റ് ആണെങ്കിൽ മക്കളെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ആർ യു റെഡി മക്കളെ? ഒരു കാര്യം കൂടിയുണ്ട്. ഈ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? നിങ്ങൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഏതൊക്കെ ട്രയാങ്കിളാ? യെസ്, ട്രയാങ്കിൾ എ എം സി ഈക്വൽ ടു ട്രയാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ ബി എം സി ആർ ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും. ഈ തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിൾ, ഈ ഫസ്റ്റ് ട്രയാങ്കിളും സെക്കൻഡ് ട്രയാങ്കിളും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇത് മാത്രം നിങ്ങൾ ഐസോസിയസ് ട്രയാങ്കിളിനെ കുറിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്താലോ? നിങ്ങൾ റെഡിയാണോ? യെസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ ദ ഫിഗർ എ ബി ഈസ് ഈക്വൽ ടു എ സി. എ ബി എന്ന് പറയുന്നത് എ സിക്ക് ഈക്വൽ ആണ്. നിങ്ങൾക്ക് 8.5 സെന്റിമീറ്റർ. അതായത് ഇതും 8.5 സെന്റിമീറ്റർ ആണ്, ഇതും 8.5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, സോ എ ബി എന്ന് പറയുന്നത് എ സിക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആംഗിൾ എ തന്നിട്ടുണ്ട്. ആംഗിൾ എ എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണ്. ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 100 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ മക്കളെ, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതല്ലേ, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും എന്തായിരിക്കും? യെസ്, ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? അപ്പോ ആംഗിൾ ബി എന്ന് പറയുന്നതും ആംഗിൾ സി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം. അതെങ്ങനെ കണ്ടെത്തും? നിങ്ങൾക്കറിയാം, ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂടി കൂട്ടി എത്ര കിട്ടും? സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാ?
180 ഡിഗ്രി ആണ് അല്ലേ. ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസും കൂടി കൂട്ടി എത്ര കിട്ടും? 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൊത്തം ടോട്ടൽ എത്രയാണ്? 180. അതിൽ നിന്ന് ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാ? 100. ഇനി ബാക്കിയുള്ള ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ 150 മൈനസ് 100 എത്രയാ മക്കളെ? യെസ്, 18/2. സോ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി. ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താ ഈക്വൽ ആയിരിക്കും അല്ലെ? എന്തുകൊണ്ടാ? യെസ്, ഇതൊരു ഐസോസിൽ ട്രയാങ്കിൾ ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് 40 ഡിഗ്രി ആയിരിക്കും, ഇതും എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും അല്ലേ മക്കളെ. ഈ 3 ആംഗിൾസും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് ഇപ്പൊ എത്ര കിട്ടി? യെസ്, 180 ഡിഗ്രി കിട്ടി അല്ലേ. 100 പ്ലസ് 40 140. 140 പ്ലസ് 40 180. ഇത് സെറ്റ് ആണല്ലോ മക്കളെ, ഇത് സെറ്റ് ആണല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങൾ റെഡി ആണോ? ആർ യു റെഡി? യെസ്. സോ ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ഓൾസോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ആംഗിൾ ബി എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബി സി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എത്രയാണ് മക്കളെ? നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ അറിയാലോ. യെസ്, ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം ടോട്ടൽ എത്രയാ? ടോട്ടൽ സം ഓഫ് ഇന്റർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 മൈനസ്, ഇവിടെ എത്ര മൈനസ് ചെയ്യണം? ഇവിടെ 120 ഉണ്ട്, ഡിവൈഡഡ് ബൈ 2. സോ 180 120 കുറച്ചാൽ യെസ് 16/2. സോ ദ ആൻസർ ഈസ് 30 ഡിഗ്രി. സോ ആംഗിൾ എ എന്ന് പറഞ്ഞാലും ആംഗിൾ സി എന്ന് പറഞ്ഞാലും എത്രയാണ് മക്കളെ? ഇത് 30 ഡിഗ്രി ആയിരിക്കും മക്കളെ. ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അതിന്റെ എന്തായിരിക്കും? അതൊരു ഐസോസിസ് ട്രയാങ്കിൾ ആയിരിക്കുമല്ലോ. ഈ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ ഈ ആംഗിൾസിന്റെ ഓപ്പോസിറ്റും എന്തായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചത് എന്താ? എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? യെസ്, എ ബി ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി. സെറ്റാണോ? സെറ്റാണോ? നിങ്ങൾക്കറിയാം മക്കളെ, നിങ്ങൾ 2 കാര്യം ഇവിടെ പഠിച്ചു. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് സെറ്റാണോ? ഇത് സെറ്റാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നിങ്ങൾ റെഡി ആണോ? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, O is the center of the circle. O എന്ന് പറയുന്നത് ഒരു സർക്കിളിന്റെ സെന്റർ ആണ്. ആംഗിൾ എ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് മക്കളെ? 40 ഡിഗ്രി ആണ്. ആംഗിൾ എ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. പക്ഷേ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ബി എത്ര, ആംഗിൾ ഒ എത്ര? ഇവിടെ ഞാൻ ഒറ്റൊരു കാര്യം ചോദിക്കട്ടെ മക്കളെ, ഇവിടെ നിങ്ങൾ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ. ഈ ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത് ഐസോസിയസ് ട്രയാങ്കിൾ ആണോ? ട്രയാങ്കിൾ ഒ എ ബി എന്ന് പറയുന്നത് ഐസോസിയസ് ട്രയാങ്കിൾ ആണോ മക്കളെ? അല്ലേ. കാരണം എന്താ? ഒരു ട്രയാങ്കിളിന്റെ O എന്ന് പറയുന്നത്, O is the center of the circle. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ മക്കളെ, ഒ എ എന്ന് പറയുന്നത് ഒ ബിക്ക് ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാ മക്കളെ? സർക്കിളിന്റെ റേഡിയസ് അല്ലേ ഇത് മക്കളെ? സർക്കിളിന്റെ റേഡിയസ് എന്താ? ഈക്വൽ അല്ലേ? ഇപ്പൊ എക്സാമ്പിൾ ഇതൊരു 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കില്ലേ? കാരണം എന്താ? ഇത് സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലേ? സോ നിങ്ങൾക്കറിയാം ഒ എ എന്ന് പറയുന്നത്, ഓക്കെ, ഒ എ എന്ന് പറയുന്നത് ഒ ബിക്ക് ഈക്വൽ ആണ്. ഓക്കെ, ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി. കാരണം എന്താ? റേഡിയസ് ആണ്. ഓക്കെ, ഒ എ ഈക്വൽ ടു ഒ ബി എന്ന് പറയാൻ കാരണം എന്താ? റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? യെസ്, ട്രയാങ്കിൾ എ ഒ ബി എന്ന് പറയുന്നത് ആർ
ട്രയാങ്കിൾ AOB ആർ ഐസോസിലസ് ട്രയാങ്കിൾ. അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. സോ നിങ്ങൾക്ക് എന്ത് പറയാം മക്കളെ, ഒരു ട്രയാങ്കിൾ അതായത് AOB എന്ന് പറയുന്ന ട്രയാങ്കിൾ ഐസോസിലസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? യെസ്, അത് രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. ആ രണ്ട് സൈഡിന്റെയും ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ OA എന്ന് പറയുന്നത് OBക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് 40 ഡിഗ്രി ആണെങ്കിൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും മക്കളെ? യെസ്, 40 ഡിഗ്രി ആയിരിക്കും. സോ നിങ്ങളോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? ആംഗിൾ B എത്ര? സോ ആംഗിൾ B എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 40 ഡിഗ്രി ആണ്. ആംഗിൾ B എന്ന് പറയുന്നത് എത്രയാ? 40 ഡിഗ്രി ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതാ OA എന്ന് പറയുന്ന സൈഡും OB എന്ന് പറയുന്ന സൈഡും എന്താണ്? റേഡിയസ് ആണ്. റേഡിയസ് ആണെങ്കിൽ സെയിം തന്നെ ആയിരിക്കില്ലേ? അപ്പൊ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയില്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നിങ്ങൾക്ക് ഈ OBയുടെ ഓപ്പോസിറ്റ് 40 ഡിഗ്രി നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ OAക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ O എത്ര? ആംഗിൾ O എത്ര? നിങ്ങൾക്കറിയാം. യെസ്, നിങ്ങൾക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? യെസ്, 180 ഡിഗ്രി. സോ 180 മൈനസ് ഇവിടെ ഓൾറെഡി ടോട്ടൽ 40 പ്ലസ് 40 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. സോ 40 പ്ലസ് 40. സോ 180 മൈനസ് 18. സോ ആംഗിൾ O എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 100 ഡിഗ്രി. സോ ആംഗിൾ O എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി. കാരണം എന്താണ്? ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. നിങ്ങൾക്കറിയാം 3 ആംഗിൾസും കൂടി കൂട്ടിയാൽ 180 കിട്ടും. സോ 180 മൈനസ് 80 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 100 ഡിഗ്രി. സോ ആംഗിൾ O എന്ന് പറയുന്നത് 100 ഡിഗ്രി ആണ്. സെറ്റ് ആണല്ലോ? ഈസി പീസി ക്വസ്റ്റ്യൻ ആണല്ലോ മക്കളെ? അടിപൊളിയാണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? നിങ്ങൾ റെഡി ആണോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? യെസ്, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. സോ യെസ്, ഇൻ ട്രയാങ്കിൾ ABC, അതായത് നിങ്ങൾക്കൊരു ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. AB is equal to AC is equal to 10 സെന്റിമീറ്റർ. ഈ AB എന്ന് പറയുന്നതും 10 സെന്റിമീറ്റർ ആണ്. AC എന്ന് പറയുന്നതും 10 സെന്റിമീറ്റർ ആണ്. നിങ്ങളോട് ചോദിക്കുന്നു M is the midpoint of BC. ഈ BC എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് M. അതുപോലെ തന്നെ BM is equal to 6 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ AMB എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആംഗിൾ AMB എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇത് നോക്കിക്കേ. M is the midpoint of BC. BC എന്ന് പറയുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് ആണ് M എങ്കിൽ നിങ്ങൾക്കറിയാം എയിൽ നിന്നും ഈ AM എന്ന് പറയുന്ന ലൈൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ? സോ AMB എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ? അത് 90 ഡിഗ്രി ആയിരിക്കും. അത് എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. അത് സെറ്റ് ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC? നിങ്ങൾക്കറിയാം അല്ലേ? യെസ്, എയിൽ നിന്നും ഞാൻ BCയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ എന്താണ്? യെസ്, അതായത് ഒരു M is the midpoint of BC ആണെങ്കിൽ ഈ AM എന്ന് പറയുന്ന ലൈൻ എന്തായിരിക്കും? BCക്ക് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും അല്ലേ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയായിരിക്കും മക്കളെ? യെസ്, BC is equal to 12 സെന്റിമീറ്റർ. BC എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AM. AM എന്ന് പറയുന്ന ഈ ലെങ്ത് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും മക്കളെ? യെസ്, നമുക്ക് നോക്കാം. ഇത് 6 സെന്റിമീറ്റർ ആണ്. ഇതൊരു 90 ഡിഗ്രി ആണ്. സോ തേർഡ് വണ്ണിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെ? ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? AMBR റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ നിങ്ങൾക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നിങ്ങൾക്കറിയാം യെസ്, നമ്മൾ എന്ത് യൂസ് ചെയ്യും? യെസ്, പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യും അല്ലെ? ഈ AM എന്ന് പറയുന്ന സൈഡിൽ നമ്മൾ എന്ത് പറയും? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. ഈ BM എന്ന് പറയുന്ന സൈഡിന് എന്ത് പറയും? ബേസ് എന്ന് പറയും. അതുപോലെ തന്നെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? യെസ്, ഹൈപ്പോട്ടനസ് എന്ന് പറയും. സോ ഇവിടെ നിങ്ങൾക്ക് തരാത്തത് ഏതാ?
ഓൾട്ടിറ്റ്യൂഡ് ആണ്. നിങ്ങൾക്ക് അറിയാം അല്ലേ? സോ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ സൈഡ് തന്നിട്ടുണ്ട് അല്ലേ? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയലുണ്ട് മക്കളെ, വലിയ സൈഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ വലിയ സൈഡിന്റെ സ്ക്വയർ മൈനസ് എന്താണോ അപ്പുറത്തെ സൈഡിലുള്ള ബേസ് ആണ്. സോ ബേസ് സ്ക്വയർ ആണ്. സോ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അറിയാമല്ലോ. സോ മക്കളെ, ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? am ആണ് അല്ലെ? സോ am സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് എന്താ? 10 ആണ് അല്ലെ? എ ബി അല്ലെ? അതായത് 10 സെന്റിമീറ്റർ. സോ 10 സ്ക്വയർ മൈനസ് ബേസ് എത്രയാണ്? 6 ആണ്. സോ 6 സ്ക്വയർ, ബേസ് സ്ക്വയർ ആണ്. സോ 6 സ്ക്വയർ. സോ അങ്ങനെയാണെങ്കിൽ am സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 into 10 അല്ലെ? 10 into 10 എത്രയാ? 100 ആണ്. അതുപോലെ തന്നെ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 into 6. 6 into 6 എത്രയാ? 36. സോ am സ്ക്വയർ ഈസ് ഈക്വൽ ടു 100 നിന്ന് 36 കുറച്ചാൽ എത്രയാണ്? 64 ആണ്. സോ മക്കളെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് am ആണ്, അല്ലാതെ am സ്ക്വയർ അല്ല. സോ ഈ സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്താവും? റൂട്ട് ആവും. സോ am is equal to root 64. സോ റൂട്ട് 64 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? യെസ്, എത്രയാണ്? 8 ആണ്. സോ നിങ്ങൾക്കറിയാം മക്കളെ, 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ട് നോക്കാൻ അറിയില്ലേ? യെസ്, 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണെങ്കിൽ റൂട്ട് 64 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് എത്രയാ? സോ മക്കളെ, am എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. ഓക്കെ, സെറ്റ് ആണോ? സെറ്റ് ആണോ മക്കളെ? ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ, സോ മക്കളെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ബൈ.